Hello everyone. Today we are discussing a problem of common size income statement. Okay, common size income statement is a statement showing percentage of each item of income statement on net sales. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പെർസെൻറ്റേജ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓരോ ഐറ്റത്തിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ ഐറ്റവും നമ്മുടെ നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ട് വരും എന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഓരോ ഐറ്റത്തിനെയും ഡിവൈഡഡ് ബൈ, ഇപ്പോൾ എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, അതാണ് നമ്മൾ ചെയ്യുക. നെറ്റ് സെയിൽസ് മീൻസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ദാറ്റ് ഈസ് നെറ്റ് സെയിൽസ്. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം. Okay. From the following data, prepare common size income statement. Sales 2018 and 2019, 10,50,000 and 16,75,000. Return inward. Return inward means sales return 50,000 and 75,000. Cost of goods sold 7,50,000 and 10 lakh. Administrative expense 60,000 and 1,60,000. Selling expenses 40,000, 80,000. Interest on loan 10,000, 30,000. Income tax 15,000 and 40,000. So we have to prepare an income statement. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോർമാറ്റ് പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ദെൻ ഓരോ ഐറ്റത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെറ്റ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസ് മൈനസ് റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ, ദറ്റ് ഈസ് 10,50,000 മൈനസ് 50,000 ആണ് 2018. 2019 16,75,000 മൈനസ് 75,000, ആ എമൗണ്ടാണ് നമ്മൾ നെറ്റ് സെയിൽസ് കിട്ടുക. നോക്കാം എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ആ ഫോർമാറ്റ് നമ്മൾ നോക്കാം, എങ്ങനെയാണ് നോക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് എഴുതാൻ പർട്ടിക്കുലേഴ്സ് കോളം, ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ആ ഫോർമാറ്റിലേക്ക് ആക്കണം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ. ദെൻ ആ 2018 പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, നെറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണെന്ന് കാണണ്ടേ. ദെൻ 2019 അത് എമൗണ്ട് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസ് 10,50,000 ലെസ് റിട്ടേൺ എത്ര വരും, 10 lakh. ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7,50,000. ഗ്രോസ് പ്രോഫിറ്റ് 2,50,000. ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 60,000. സെല്ലിംഗ് എക്സ്പെൻസ് 40,000. ദെൻ എക്സ്പെൻസിൻ്റെ ടോട്ടൽ 1 lakh. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഈ പറയുന്ന എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ എത്ര കിട്ടും? 2,50,000 നിന്ന് 1 lakh കുറച്ചാൽ 1,50,000. ലെസ് അതർ എക്സ്പെൻസിലാണ് എന്ത് വരിക, ഇൻട്രസ്റ്റ് ഓൺ ലോണും അതേപോലെ ഇൻകം ടാക്സും. നമ്മൾ മറ്റതെല്ലാം ഫോർമാറ്റിൽ വരുന്നതാണ്, അതല്ലാതെ വരുന്നതാണ് ഇൻകം ടാക്സ്. ഇൻട്രസ്റ്റും ഇൻകം ടാക്സും നമ്മൾ വേറെയാണ് കാണിക്കുക. നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ ബികോംകാർക്ക്? ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. നമ്മൾ ഏതിൽ വരില്ല, സെല്ലിംഗ് എക്സ്പെൻസിലും അഡ്മിനിസ്ട്രേറ്റീവ് അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ വരുന്നൊരു എക്സ്പെൻസ് അല്ല ഈ പറയുന്ന ഇൻകം ടാക്സും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണും. അപ്പോൾ അത് രണ്ടും നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് കാണിക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് മൈനസ് ചെയ്യേണ്ടത്, ഇൻകം ടാക്സും ഇൻട്രസ്റ്റ് ഓൺ ലോണും. അത് രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് നമ്മൾ ലെസ് ചെയ്യും. ആദ്യം ഇൻട്രസ്റ്റ് ലെസ് ചെയ്യും, പിന്നെയാണ് ഇൻകം ടാക്സ് ലെസ് ചെയ്യുക ആൻസർ കാണിച്ചിട്ട്. ഇനി ഇതിനെല്ലാം നമ്മൾ പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ ആദ്യത്തെ രണ്ടും എന്താണ്, സെയിൽസും നെറ്റ് സെയിൽസുമാണ്. അല്ല, സെയിൽസ് ലെസ് റിട്ടേൺ ആണ്, അത് നോക്കണ്ട. അപ്പോൾ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്, അത് 100% ആണ്. നമ്മൾ നെറ്റ് സെയിൽസിൻ്റെ മുകളിലാണ് കാണുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസ് 100% ആണ്. ഇവിടെ 16 ലക്ഷമാണ് നെറ്റ് സെയിൽസ് വരിക, അത് 100% ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഓരോ ഐറ്റം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7,50,000 ആണ്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 7,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100, അപ്പോൾ 75%. അതേപോലെ 2,50,000 പ്രോഫിറ്റ് ആണ്, ഗ്രോസ് പ്രോഫിറ്റ്. അതെങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കുക? 2,50,000 ഡിവൈഡ് ബൈ 10 lakh, എല്ലാം 10 lakhൻ്റെ ബേസിൽ 2018 ഇൻറ്റു 100. അതേപോലെ 60,000 60,000 ഡിവൈഡഡ് ബൈ
നെറ്റ് സെയിൽസ് 10 lakh ഇൻറ്റു 100 6%. 40,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. ദെൻ കിട്ടുന്ന ആൻസർ എന്താ? ടോട്ടൽ എക്സ്പെൻസ് അല്ലേ? ആ ടോട്ടൽ എക്സ്പെൻസും കാണിക്കണം. 1 lakh ഡിവൈഡഡ് ബൈ എല്ലാം ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് ആ ഫോർമാറ്റിൽ ഫുൾ അങ്ങനെ ആ പെർസെൻറ്റേജ് എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് കാണും. അതേപോലെ തന്നെ 2019 ആദ്യത്തെ 2 ഐറ്റത്തിന് വേണ്ട. പിന്നെ 16 lakh എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് എപ്പോഴും 100% ആയിരിക്കും. നമ്മൾ ആ നെറ്റ് സെയിൽസിൻ്റെ മീതല്ലേ കാണുന്നത്. ദെൻ അവിടുന്ന് അങ്ങോട്ടുള്ള ഐറ്റംസൊക്കെ എല്ലാം ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100. ഇറ്റ് ഈസ് 10 lakh ഡിവൈഡ് ബൈ 16 lakh ഇൻറ്റു 100. 6 lakh ഡിവൈഡ് ബൈ 16 lakh ഇൻറ്റു 100. 1,60,000 ഡിവൈഡ് ബൈ 16 lakh ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ 16 lakhൻ്റെ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യാം. അപ്പോഴാണ് ഈ പെർസെൻറ്റേജ് കിട്ടുക. മനസ്സിലായോ? സിമ്പിളാണ്. സെയിം തന്നെ നമ്മൾ അസറ്റിൻ്റെ മുകളിൽ കാണുന്നതിന് പകരം ഇവിടെ ഏതിൻ്റെ മുകളിലാണ്? നെറ്റ് സെയിൽസിൻ്റെ മുകളിൽ. അത് സെയിൽസ് നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള നെറ്റ് സെയിൽസിൻ്റെ മുകളിലാണ് ഈ പെർസെൻറ്റേജ് കാണേണ്ടത്. മനസ്സിലായല്ലോ എല്ലാവർക്കും?